ജൂലൈ മാസം 13-ാം തീയതി റോസാ മിസ്റ്റിക് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ്. ഈ തിരുനാളിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. ഈ പ്രതിഷ്ഠീകരണത്തിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. 1947 ഇറ്റലിയിലെ മോന്തക്യാരി എന്ന പേരായ ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മ ഒരു ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പീറിന ഗില്ലി എന്ന പേരായ ഒരു നേഴ്സിന് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മോന്തക്യാരി എന്ന ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പ്രകാശത്തിൻ്റെ മല എന്നതാണ്. പീറിന ഗില്ലിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നെഞ്ചിൽ 3 വാളുകൾ തുളഞ്ഞു കയറിയ ഒരവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷം നൽകുന്നത്. ആ 3 വാളുകളുടെ അർത്ഥം എന്താണെന്ന് പരിശുദ്ധ അമ്മ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ വാൾ നഷ്ടപ്പെടുന്ന വൈദികരുടെയും സന്യസ്തരുടെയും ദൈവ വിളികളെ ഓർത്തുള്ള പരിശുദ്ധ അമ്മയുടെ സങ്കടമാണ് ഒന്നാമത്തെ വാൾ. രണ്ടാമത്തെ വാൾ അശുദ്ധിയിലും മാരകപാപത്തിലും ജീവിക്കുന്ന തൻ്റെ മക്കളെ പ്രതിയുള്ള പരിശുദ്ധ അമ്മയുടെ നൊമ്പരമാണ് രണ്ടാമത്തെ വാൾ. മൂന്നാമത്തെ വാൾ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസത്തെ പ്രതി, വിശ്വാസത്തെ അനേകം പേര് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള പരിശുദ്ധ അമ്മയുടെ മനോവേദനയാണ് മൂന്നാമത്തെ വാൾ. അന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു: പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം, ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഈ കാലഘട്ടത്തിലെ തിന്മകൾ അതിജീവിക്കാനായിട്ട് പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം, ഈ 3 കാര്യങ്ങളിലൂടെ നിന്റെ ആത്മാവിനെ നേടും. 1947 ആ ഒരു വർഷകാലഘട്ടത്തിൽ ഏകദേശം 7ഓളം പ്രാവശ്യം പീറിന ഗില്ലിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത് ജൂലൈ മാസം 13-ാം തീയതിയാണ്. അന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആ 3 വാളുകൾക്ക് പകരം 3 റോസാപ്പൂക്കളാണെന്ന് കാണപ്പെടുന്നത്. ആ 3 റോസാപ്പൂക്കൾ യഥാക്രമം ചുവന്ന റോസാപ്പൂവ്, മഞ്ഞ റോസാപ്പൂവ്, വെള്ള റോസാപ്പൂവ്, ഇങ്ങനെ 3 നിറത്തിലാണ് ആ 3 റോസാപ്പൂക്കൾ കാണുന്നത്. ഈ 3 റോസാപ്പൂക്കൾക്കും പ്രതീകാത്മകമായ ചില അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ അതിനെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ആ വെള്ള റോസാപ്പൂവ് പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത്, ചുവന്ന റോസാപ്പൂവ് അത് പരിത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, മഞ്ഞ റോസാപ്പൂവ് അത് പ്രായശ്ചിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം, ഇവ 3ലൂടെ നീ നിന്റെ ആത്മാവിനെ നേടും. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യും. മറ്റൊരർത്ഥം കൂടി പരിശുദ്ധ അമ്മ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ള റോസാപ്പൂവ് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ മകളാണ് എന്നതിൻ്റെ പ്രതീകമാണ്. ആ ചുവന്ന റോസാപ്പൂവ് ഞാൻ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നതിൻ്റെ പ്രതീകമാണ്. ആ മഞ്ഞ റോസാപ്പൂവ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് എന്നതിൻ്റെ പ്രതീകമാണ്. പീറിന ഗില്ലി പരിശുദ്ധ അമ്മയോട് ഒരു അടയാളം ആവശ്യപ്പെടും. കാരണം പെട്ടെന്ന് പീറിന ഗില്ലിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക, ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അടയാളം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും വിശ്വസിക്കാൻ വേണ്ടി ഒരു അടയാളം കൊടുക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം, ഈ പ്രതിഷ്ഠീകരണത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് അത് പാപികളുടെ മാനസാന്തരമാണ്. റോസാ മിസ്റ്റിക് മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ സന്ദേശങ്ങൾ അത് ലോകത്ത് എല്ലാവരും എത്തുന്നതിലൂടെ അനേകം പാപികൾ മാനസാന്തരപ്പെടും. വിശ്വാസം വഴിമാറിപ്പോയവർ തിരിച്ചു വരും. പാപികളെ മാനസാന്തരമായിരിക്കും ഇതിൻ്റെ അടയാളമെന്ന് പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി. ദൈവവിളികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയുണ്ടായി. ദൈവവിളിയിൽ സ്വീകരിച്ചവരുടെ വൈദികരുടെ സന്യസ്തരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയുണ്ടായി. എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് സ്വീകരിക്കുന്നതിന് പ്രതീകമായി പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കി വിരിച്ച് ലോകത്തിലെ എല്ലാ മക്കളെ തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നതായി പരിശുദ്ധ അമ്മ ഇങ്ങനെ പീറിന ഗില്ലിക്ക് ഇത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ റോസാ മിസ്റ്റിക് മാതാവിൻ്റെ തിരുനാൾ ദിവസം പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ നമ്മുടെ ആത്മാവിനെ കൃപയിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കാം. അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.